നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബ്രിട്ടനിൽ ഭരണകക്ഷിയായ ലേബർ പാർട്ടിക്കുള്ളിൽ നേതൃത്വമാറ്റ ചർച്ചകൾ ശക്തമാകുന്നതിനിടെ ചാൻസലർ റേച്ചൽ റീവ് സ്ഥാനം നിലനിർത്താൻ നീക്കം ആരംഭിച്ചു. പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിന് പകരം ആൻഡി ബെൻഹാം അധികാരത്തിലെത്തിയാലും ധനമന്ത്രി സ്ഥാനത്തെ തുടരാൻ റീവ്സ്. രാജ്യത്തിന്റെ സാമ്പത്തിക വിശ്വാസ്യത നിലനിർത്താൻ റീവ്സിന് കഴിയുമെന്ന് അനുയായികൾ. ജനങ്ങളുടെ ജീവിത ചെലവ് പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്ന റീവ്സ് പരാജയമെന്ന് എംപിമാരുടെ ആരോപണം. റഷ്യൻ ചാരന്മാർ തന്റെ ഫോൺ ഹാക്ക് ചെയ്തതായ റിഫോം യുകെ നേതാവ് നിജൽ ഫരാജ്. ക്രിപ്റ്റോ ബില്യനെയർ നൽകിയ 5 മില്യൺ പൗണ്ടിന്റെ സമ്മാനത്തിന്റെ വിശദാംശങ്ങൾ അറിയുന്നതിനായി ഫോൺ ചോർത്തൽ നടത്തിയതെന്ന് ആരോപണം. ആഴ്ചയിൽ 40 മണിക്കൂറിന് മുകളിൽ ഓവർടൈം ജോലിയുള്ള വരുമാന നികുതി ഒഴിവാക്കണമെന്ന നിർദ്ദേശവുമായി നൈജൽ ഫരാജ് നയിക്കുന്ന റിഫോം യുകെ ഹാർഡ് വർക്കിംഗ് ബോണസ് പദ്ധതിയിലൂടെ ആഴ്ചയിൽ 6 മണിക്കൂർ അധിക ജോലി ചെയ്യുന്ന ഒരു നഴ്സിന് വർഷത്തിൽ 1300 പൗണ്ടിലേറെ ലാഭിക്കാമെന്ന് പാർട്ടിയുടെ അവകാശവാദം. അമേരിക്കയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ തയ്യാറെടുക്കുന്നു. പുതിയ സമാധാന ഉടമ്പടിയുടെ ഭാഗമായി ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം ഉപേക്ഷിക്കാൻ സമ്മതിച്ചതായ റിപ്പോർട്ട്. മാസങ്ങളായി തുടരുന്ന US-ഇസ്രായേൽ ഇറാൻ സംഘർഷവും തുടർന്നുണ്ടായ ഹോർമുസ് ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളും പരിഹരിക്കാൻ ഇറാന്റെ തീരുമാനം. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൌസിന് സമീപം ശനിയാഴ്ച വൈകുന്നേരം ശക്തമായ വെടിവയ്പ്. സംഭവ സമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിനുള്ളിൽ ഉണ്ടായിരുന്നു. വൈറ്റ് ഹൌസ് കോംപ്ലക്സിന് തൊട്ടടുത്തുള്ള 17th സ്ട്രീറ്റ്, പെൻസിൽവാനിയ അവന്യൂ, നോർത്ത് വെസ്റ്റ് എന്നിവിടങ്ങൾ വന്നെത്തുന്ന സ്ഥലത്താണ് വെടിവയ്പ് നടന്നത്. വെടിവയ്പിൽ 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വെടിവയ്പ് നടത്തിയ ആക്രമിക്കും പരിക്കേറ്റു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയതിനു പിന്നിലെ ലക്ഷ്യം വെളിപ്പെടുത്തി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. റഷ്യയുടെ പക്കൽ നിന്നും എണ്ണ വാങ്ങിയതിനല്ല, മറിച്ച് ഉക്രൈനെതിരായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഇന്ത്യക്ക് ഏർപ്പെടുത്തിയ ഉപരോധമെന്ന് വെളിപ്പെടുത്തൽ. US ഇന്ത്യ ബന്ധത്തിൽ ചെറിയ തോതിലുള്ള അസ്വാരസ്യം തുടരുന്നതിനിടെയാണ് റൂബിയോയുടെ വെളിപ്പെടുത്തൽ. രാജ്യത്ത് ഉയർന്നു വരുന്ന ആക്ഷേപഹാസ്യ രാഷ്ട്രീയ കക്ഷി കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്നാലെ രഹസ്യാന്വേഷണ ഏജൻസികൾ. അക്കൗണ്ടിലൂടെ യുവാക്കളെ സംഘടിപ്പിക്കാൻ നീക്കം നടന്നോ എന്ന് നിരീക്ഷിക്കാൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് കർശന നിർദ്ദേശം. കോക്രോച്ച് ജനതാ പാർട്ടി മൂവ്മെന്റിനെതിരായ കേന്ദ്ര സർക്കാർ നീക്കത്തെ വിമർശിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. രാജ്യത്തെ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും രൂക്ഷം. ചെറുപ്പക്കാരെ പ്രതിഷേധങ്ങളിലേക്ക് തള്ളിവിടുന്നതിന് ഉത്തരവാദി ആരാണെന്നും KC വേണുഗോപാൽ. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ സന്ദർശിച്ച് രോഗികളുടെ അഭിപ്രായങ്ങൾ കേൾക്കുമെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. ഡോക്ടർ ഹാരിസ് ചിറക്കൽ പങ്കുവച്ച നിർദ്ദേശങ്ങൾ സ്വാഗതാർഹമാണ് എന്നും ആരോഗ്യമന്ത്രി. മെഡിക്കൽ കോളേജുകൾ സന്ദർശിച്ച് രോഗികളുടെ അഭിപ്രായങ്ങൾ കേൾക്കുമെന്നും ആശുപത്രിയിൽ കൂടുതൽ ഡോക്ടർമാരുടെ നിയമനങ്ങൾക്ക് സർക്കാർ തീരുമാനമെടുക്കുമെന്നും മന്ത്രി K മുരളീധരൻ. പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കുക എന്നത് സർക്കാരിന്റെ നയമാണെന്നും അതിൽ വെള്ളം ചേർക്കില്ലെന്നും ആരോഗ്യമന്ത്രി. വാർത്തകൾ വിശദമായി. ബ്രിട്ടനിൽ ഭരണകക്ഷിയായ ലേബർ പാർട്ടിക്കുള്ളിൽ നേതൃത്വമാറ്റ ചർച്ചകൾ ശക്തമാകുന്നതിനിടെ ചാൻസലർ റേച്ചൽ റീവ് സ്ഥാനം നിലനിർത്താൻ നീക്കം ആരംഭിച്ചതായി റിപ്പോർട്ട്. പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിന് പകരം ആൻഡി ബെൻഹാം അധികാരത്തിലെത്തിയാൽ ധനമന്ത്രി സ്ഥാനത്തിന് തുടരാനാണ് റീവ്സിന്റെ ആഗ്രഹം. രാജ്യത്തിന്റെ സാമ്പത്തിക വിശ്വാസ്യത നിലനിർത്താൻ റീവ്സിന് കഴിയുമെന്നാണ് അനുയായികൾ വാദിക്കുന്നത്. ബെൻഹാം പ്രധാനമന്ത്രിയായാൽ എഡ് മിലിബാൻഡിനെ ചാൻസലറാക്കാൻ സാധ്യതയുണ്ട് എന്ന അഭ്യൂഹങ്ങളും ഉയരുന്നുണ്ട്. എന്നാൽ മിലിബാൻഡിന് സാമ്പത്തിക വിപണികളുടെ പിന്തുണ ലഭിക്കില്ല എന്നാണ് റീവ്സിന്റെ അനുയായികളുടെ വാദം. അതേസമയം രാജ്യത്തിന്റെ ധനകാര്യ സ്ഥിതി ഉറപ്പാക്കാൻ കർശന സാമ്പത്തിക നയങ്ങളുമായി മുന്നോട്ട് പോയ റീവ്സിന്റെ സമീപനം ഇപ്പോൾ ഫലം കാണുന്നു എന്ന വിലയിരുത്തലുകളും ചില സാമ്പത്തിക വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നു. IMF ബ്രിട്ടന്റെ വളർച്ചാ നിരക്ക് ഉയർത്തിക്കാണിച്ചതും പണപ്പെരുപ്പം കുറഞ്ഞതും റീവ്സിന് ആശ്വാസമായിട്ടുണ്ട്. എന്നാൽ ശൈത്യകാല ഇന്ധന സഹായം കുറച്ചത് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ കാരണം പാർട്ടിക്കുള്ള റീവ്സിനെതിരെ വിമർശനം തുടരുകയാണ്. ജനങ്ങളുടെ ജീവിത ചെലവ് പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്നാണ് ചില MPമാരുടെ ആരോപണം. ലേബർ പാർട്ടിയിൽ പ്രധാനമന്ത്രി സ്ഥാനത്തിനൊപ്പം ചാൻസലർ പദവിക്കായുള്ള പോരും അത്ര തന്നെ നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നും ഉയരുന്നത്. ആഴ്ചയിൽ 40 മണിക്കൂറിന് മുകളിലുള്ള ഓവർടൈം ജോലിക്കുള്ള വരുമാന നികുതി ഒഴിവാക്കണമെന്ന നിർദ്ദേശവുമായി നൈജൽ ഫരാജ് നയിക്കുന്ന റിഫോം UK. വാർഷിക വരുമാനം 75,000 പൗണ്ടിൽ താഴെയുള്ള തൊഴിലാളികൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക എന്ന് പാർട്ടി വ്യക്തമാക്കി. ഹാർഡ് വർക്കിംഗ് ബോണസ് പദ്ധതിയിലൂടെ ആഴ്ചയിൽ 6 മണിക്കൂർ അധിക ജോലി ചെയ്യുന്ന ഒരു നഴ്സിന് വർഷത്തിൽ 1300 പൗണ്ടിലേറെ ലാഭിക്കാമെന്ന് പാർട്ടിയുടെ അവകാശവാദം. പദ്ധതി നടപ്പാക്കാൻ വർഷം തോറും ഏകദേശം 5 ബില്യൺ പൗണ്ട് ചെലവ് വരുമെന്നാണ് റിഫോം UKയുടെ കണക്ക്. ക്ഷേമ പദ്ധതികളിലെ ചെലവ് കുറയ്ക്കൽ വഴി ഈ തുക കണ്ടെത്താനാകുമെന്ന് പാർട്ടി പറയുന്നു. ജോലി ചെയ്തിട്ടും ജീവിതത്തിൽ പുരോഗതി കാണുന്നില്ല എന്ന ധാരണ സമൂഹത്തിൽ ശക്തമാണെന്നും ഈ നികുതി ഇളവ് കൂടുതൽ ആളുകളെ അധിക ജോലിക്ക് പ്രേരിപ്പിക്കുമെന്നും ഫരാജ് അഭിപ്രായപ്പെട്ടു. 75,000 പൗണ്ട് വരുമാന പരിധി നിശ്ചയിച്ചതിലൂടെ 90% തൊഴിലാളികൾക്കും പദ്ധതിയുടെ ഗുണം ലഭിക്കുമെന്നാണ് പാർട്ടിയുടെ വിശദീകരണം.
അതേസമയം പദ്ധതിക്ക് ആവശ്യമായ ധനസമാഹരണം എങ്ങനെ സാധ്യമാകുമെന്ന ചോദ്യവുമായി ഭരണകക്ഷിയായ ലേബർ പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികൾ രംഗത്തെത്തി. ആരോഗ്യ പ്രശ്നമുള്ളവർക്കുള്ള ആനുകൂല്യങ്ങൾ അവസാനിപ്പിക്കണമെന്നും യൂറോപ്യൻ യൂണിയൻ പൗരന്മാർക്ക് ക്ഷേമ ബെനിഫിറ്റുകൾ നിഷേധിക്കണമെന്നുമുള്ള മുൻ നിർദ്ദേശങ്ങളിൽ നിന്നുള്ള ലാഭമാണ് നികുതി ഇളവിന് ഉപയോഗിക്കുക എന്ന് റിഫോം യുകെയുടെ വാദം. എന്നാൽ വ്യക്തമായ ധനസ്രോതസ് വ്യക്തമാക്കാതെയുള്ള വാഗ്ദാനമാണ് ഇതെന്നും സർക്കാർ പ്രതിനിധികൾ വിമർശിച്ചു. ക്രിപ്റ്റോ ബില്യണിയർ നൽകിയ 5 മില്യൺ പൗണ്ടിന്റെ സമ്മാനത്തിന്റെ വിശദാംശങ്ങൾ അറിയുന്നതിനായി റഷ്യൻ ചാരന്മാർ തന്റെ ഫോൺ ഹാക്ക് ചെയ്തതായി റിഫോം യുകെ നേതാവ് നൈജൽ ഫരാജ്. തായ് ആസ്ഥാനമായുള്ള ക്രിസ്റ്റഫർ ഹാർബോൺ നൽകിയ സംഭാവനയെക്കുറിച്ചുള്ള വാർത്ത കഴിഞ്ഞ മാസം പുറത്തു വന്നതോടെയാണ് ചില വിദേശ ശക്തികൾ തന്റെ ഫോൺ ഹാക്ക് ചെയ്തതായി ഫരാജ് സംശയിക്കുന്നതായി അടുത്ത വൃത്തങ്ങൾ പറയുന്നു. ഈ ലോകത്ത് 4 പേർക്ക് മാത്രമേ ഈ സംഭാവനയെക്കുറിച്ച് അറിയുകയുള്ളൂ എന്നും അതിനാൽ തന്നെ തന്റെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കായി കൗണ്ട് എസ്പിയോണിന്റെ വിദഗ്ധർക്ക് ഫരാജ് കൈമാറിയതായും അവർ പറയുന്നു. ഹാക്ക് ചെയ്ത വിദേശ ശക്തികൾക്ക് മോസ്കോയുമായി ബന്ധമുണ്ടെന്നും സ്പിയർ ഫിഷിംഗ് തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഫരാജിന് ഫോണും ഇമെയിലും ബാങ്ക് അക്കൗണ്ടും ഹാക്ക് ചെയ്തതായും ഇവർ ആരോപിക്കുന്നു. രാജ്യത്ത് അസ്ഥിരത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ശക്തികളാണ് ഫരാജിനെ ഉന്നം വെക്കുന്നതെന്നും അദ്ദേഹവുമായി അടുപ്പമുള്ളവർ ആരോപിക്കുന്നു. ഇരയുടെ സുഹൃത്തോ സഹപ്രവർത്തകനോ എന്ന വ്യാജേന മാൽവെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ സഹായിക്കുന്ന ലിങ്ക് ഇരയ്ക്ക് അയച്ചു കൊടുക്കുന്ന രീതിക്കാണ് സ്പിയർ ഫിഷിംഗ് എന്ന് പറയുന്നത്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക വഴി ഇരയുടെ ഫോൺ ഹാക്കറുടെ നിയന്ത്രണത്തിലാകും. ഏത് വിവരവും ആ ഫോണിൽ നിന്നും ശേഖരിക്കുവാനും സാധിക്കും. നാറ്റോയ്ക്ക് ഫരാജ് പിന്തുണ പ്രഖ്യാപിച്ചതാകാം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഫരാജിന് നേരെ രോക്ഷമുണ്ടാകാൻ കാരണം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ബ്രിട്ടനിൽ നിന്നും യൂറോപ്പിലേക്ക് യാത്ര ചെയ്യുന്നവർക്കായി നടപ്പിലാക്കാനിരുന്ന പരിശോധനകൾ മണിക്കൂറുകളോളം നീണ്ട വാഹന നിര കാരണം താൽക്കാലികമായി നിർത്തിവെച്ചു. ഇതേ തുടർന്ന് ഗതാഗത കുരുക്ക് ക്രമേണ കുറയാൻ തുടങ്ങിയതായും അധികൃതർ അറിയിച്ചു. എന്നാൽ പതിവ് അതിർത്തി പരിശോധനകൾ തുടരുന്നുണ്ടെന്നും വൈകുന്നേരത്തോടെ അധിക പരിശോധനകൾ വീണ്ടും പുനഃസ്ഥാപിച്ചതായും ഫ്രഞ്ച് അധികൃതർ വ്യക്തമാക്കി. ഷെങ്കൻ മേഖലയിൽ 29 രാജ്യങ്ങളിലാകെ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുന്ന എൻട്രി എക്സിറ്റ് സിസ്റ്റത്തിന്റെ ഭാഗമായി പുതിയ പരിശോധനകൾ ആരംഭിച്ചത്. പരിശോധന വൈകിയത് മൂലം ഫെറി നഷ്ടപ്പെടുന്ന യാത്രക്കാർക്ക് അടുത്ത ലഭ്യമായ സർവീസിൽ യാത്ര ചെയ്യാനാകുമെന്ന് ഡോവർ തുറമുഖം അറിയിച്ചു. ശനിയാഴ്ച മാത്രം 8000-ലധികം കാറുകൾ തുറമുഖം വഴി കടന്നു പോകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റോബർട്ട് പോർട്ട് സിഇഒ ഡഗ് ബാൻസ്റ്റർ പറഞ്ഞു. പുതിയ ഡിജിറ്റൽ സംവിധാനത്തിനായി 84 കിയോസ്കുകൾ സ്ഥാപിച്ചിരുന്നുവെങ്കിലും രാവിലെ പരിശോധനാ നടപടികൾ വളരെ മന്ദഗതിയിലായിരുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. അതേസമയം ഷട്ടിൽ നടത്തുന്ന ചാനൽ 10 ട്രെയിനിങ് സർവീസുകൾക്കും 1.5 മണിക്കൂറിലേറെ വൈകി ഉള്ളതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ബ്രിട്ടനിൽ ബാങ്ക് ഹോളിഡേ വാരാന്ത്യത്തിൽ റെക്കോർഡ് ചൂട് അനുഭവപ്പെടുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ആരോഗ്യ വിദഗ്ധർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ താപനില 33 ഡിഗ്രി സെൽഷ്യസിൽ എത്താമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഈസ്റ്റ് മിഡ്ലാൻഡ്, വെസ്റ്റ് മിഡ്ലാൻഡ്, ലണ്ടൻ, തെക്കുകിഴക്കൻ ഇംഗ്ലണ്ട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ആംബർ ഹീറ്റ് ഹെൽത്ത് അലർട്ട് പ്രഖ്യാപിച്ചു. അതിശക്തമായ ചൂട് ആരോഗ്യ പ്രശ്നങ്ങൾക്കും യാത്രാ തടസ്സങ്ങൾക്കും വൈദ്യുതി മുടക്കത്തിനും കാരണമായേക്കാമെന്നാണ് മുന്നറിയിപ്പ്. വെള്ളിയാഴ്ച ഈ വർഷത്തെ ഏറ്റവും ചൂടേറിയ ദിവസമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹീത്രൂ മേഖലയിൽ താപനില 26.9 ഡിഗ്രി സെൽഷ്യസിലെത്തി. തിങ്കളാഴ്ച തെക്കൻ ഇംഗ്ലണ്ടിലും മിഡ്ലാൻഡ്സിലും 33 ഡിഗ്രി വരെ ഉയരാമെന്നും ഇതോടെ 1944 മെയ് 29 രേഖപ്പെടുത്തിയ 32.8 ഡിഗ്രിയുടെ പഴയ റെക്കോർഡ് മറികടക്കാൻ ഇടയുണ്ട് എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഫോസിൽ ഇന്ധനങ്ങളുടെ അമിത ഉപയോഗത്തെ തുടർന്ന് ആഗോള താപനം ശക്തമായതോടെ ചൂട് തരംഗങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയാണ് എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ചൂട് കൂടുന്നതിനാൽ ആളുകൾ ആവശ്യത്തിന് വെള്ളം കുടിക്കണമെന്നും രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെ നേരിട്ട് സൂര്യപ്രകാശത്തിൽ അധിക സമയം ചെലവഴിക്കരുതെന്നും അധികൃതർ നിർദ്ദേശിച്ചു. സാധ്യമായിടത്തോളം മദ്യവും കഫേനും അടങ്ങിയ പാനീയങ്ങൾ ഒഴിവാക്കണമെന്നും വീടുകളുടെ വാതിലുകളും ജനലുകളും പകൽ അടയ്ക്കുകയും രാത്രിയിൽ ജനലുകൾ തുറന്ന് തണുത്ത വായു പ്രവേശിപ്പിക്കണമെന്നും ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആനന്ദ് ടിവി 5ാം ഫിലിം അവാർഡ് 2026 ജൂൺ 13 വർണ്ണാഭമായി തുടക്കം. മലയാള സിനിമ, ടെലിവിഷൻ, ബിസിനസ് എന്നീ മേഖലകളിലെ മികവിന് യൂറോപ്യൻ മലയാളികൾ ചേർന്ന് നൽകുന്ന പുരസ്കാരമാണ് ആനന്ദ് ടിവി അവാർഡ്. യുകെയിലെ മാഞ്ചസ്റ്റർ O2 അപ്പോളോ വേദിയിലാണ് ഈ അവാർഡ് നിശ അരങ്ങേറുന്നത്. ഗാലപ്പ് പോൾ വഴിയാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നത്. മലയാള സിനിമ, ടെലിവിഷൻ, ബിസിനസ് എന്നീ മേഖലകൾ മികവിന് യൂറോപ്യൻ മലയാളികൾ ചേർന്ന് നൽകുന്ന ആനന്ദ് ടിവി 5ാം ഫിലിം അവാർഡ് 2026 ജൂൺ 13 യുകെയിലെ മാഞ്ചസ്റ്റർ O2 അപ്പോളോ വേദിയിൽ നടക്കും. മലയാള സിനിമാ ലോകത്തെ അഭിനയ പ്രതിഭകൾ ചടങ്ങിന്റെ മുഖ്യ ആകർഷണമാകും. മലയാള സിനിമയുടെ അഭിനയ കുലപതി മമ്മൂട്ടി ഉൾപ്പെടെ സുരാജ് വെഞ്ഞാറമൂട്, രമേശ് പിഷാരടി, ഭാവന, ഉണ്ണി മുകുന്ദൻ, മനോജ് കെ ജയൻ, അനന്യ, അനശ്വര രാജൻ,
മിഥുൻ രമേശ്, നിഖില വിമൽ, ഗായകരായ MG ശ്രീകുമാർ, സിതാര കൃഷ്ണകുമാർ എന്നിവർ അവാർഡിൽ അണിനിരക്കും. പരിപാടിക്ക് മാറ്റുകൂട്ടുവാൻ സിനിമാ താരങ്ങളുടെ നൃത്ത സംഗീത വിരുന്നും സ്കിറ്റും ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ടിക്കറ്റിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുക്കുന്ന ലിങ്കിലും നമ്പറിലും ബന്ധപ്പെടുക. പുതിയ സമാധാന ഉടമ്പടിയുടെ ഭാഗമായി ഇറാൻ തങ്ങളുടെ ഉയർന്ന അളവിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം ഉപേക്ഷിക്കാൻ സമ്മതിച്ചതായി റിപ്പോർട്ട്. മാസങ്ങളായി തുടരുന്ന US ഇസ്രായേൽ ഇറാൻ സംഘർഷവും തുടർന്നുണ്ടായ ഹോർമൂസ് ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളും പരിഹരിക്കാൻ ഇറാന്റെ തീരുമാനം വഴിയൊരുക്കുമെന്നും ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഒന്നിലധികം ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ അളവിലുള്ള യുറേനിയം ഇറാന്റെ പക്കലുണ്ടായിരുന്നുവെന്നാണ് US ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത്. 2 അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇറാൻ തങ്ങളുടെ ശേഖരം കൈമാറിയതായും തത്വത്തിൽ സമ്മതിച്ചതായും സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. യുറേനിയം കൈകാര്യം ചെയ്യുന്നതിനുള്ള കൃത്യമായ സംവിധാനം ഭാവിയിലെ ചർച്ചകൾ തീരുമാനിക്കുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. യുദ്ധം നിർത്തിവെക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും യുറേനിയം വിഷയത്തിൽ ഇറാൻ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായില്ല എങ്കിൽ സൈനിക നടപടികൾ പുനരാരംഭിക്കുമെന്നും അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇറാനെ താക്കീത് നൽകിയതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇറാന് ആണവായുധം ലഭ്യമാക്കുന്നതിനെ തടയുന്നതിനും യുദ്ധത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലനിർത്തിയിരുന്നു. പുതിയ ഉടമ്പടിയിൽ ആണവായുധങ്ങൾ ഒരിക്കലും വികസിപ്പിക്കില്ലെന്നും യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കുകയും ഉയർന്ന അളവിലുള്ള യുറേനിയം ശേഖരം നീക്കം ചെയ്യുകയും ചെയ്യുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടത്തുമെന്നും ഇറാൻ പ്രതിജ്ഞാബദ്ധത പ്രകടിപ്പിച്ചതായും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇതിനിടയിലാണ് ഏറെക്കുറെ ചർച്ചകൾ പൂർത്തിയായ ധാരണാപത്രം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവസാന വിശദാംശങ്ങൾ ഇപ്പോഴും ചർച്ചയിലാണ് എന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കി. ഈ ഉടമ്പടി ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ കാരണമാകുമെന്നും സംഘർഷ സമയത്ത് തടസ്സപ്പെട്ട ഈ പ്രധാന ആഗോള കപ്പൽ ഗതാഗത മാർഗം വീണ്ടും സജീവമാവുമെന്നും ട്രംപ് അവകാശപ്പെട്ടു. പുതിയ ഉടമ്പടി 3 ഘട്ടങ്ങളിലായി നടപ്പാക്കുമെന്നും ഔദ്യോഗികമായി യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നും വലിയ ഉടമ്പടിക്ക് 30 ദിവസത്തെ ചർച്ചാ സമയം തുറക്കുമെന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഏകദേശം 60 ദിവസത്തെ വെടിനിർത്തൽ നീട്ടി നൽകുന്നതിലൂടെ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുമെന്നും ഇറാന് എണ്ണ സ്വതന്ത്രമായി വിൽക്കാനുള്ള അനുമതി തിരികെ ലഭിക്കുമെന്നും ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരുമെന്നും റോയിട്ടേഴ്സ് ഉദ്ധരിച്ച് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇറാനിയൻ വാർത്താ ഏജൻസിയായ ഫാർസ് ട്രംപിന്റെ ഈ വാദങ്ങളെ തള്ളിപ്പറയുകയും ഹോർമൂസ് കടലിടുക്ക് സംബന്ധിച്ച അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾ യാഥാർത്ഥ്യമായും പൊരുത്തപ്പെടുന്നില്ല എന്ന് പറയുകയും ചെയ്തു. ഇറാൻ മാധ്യമമായ തസ്നീം ന്യൂസ് ഏജൻസിയാണ് യുറേനിയം കൈമാറ്റത്തിന്റെ വാർത്ത നിഷേധിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൌസിന് സമീപം ശനിയാഴ്ച വൈകുന്നേരം ശക്തമായ വെടിവയ്പുണ്ടായതായി റിപ്പോർട്ട്. US മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് വൈറ്റ് ഹൌസ് കോംപ്ലക്സിന് തൊട്ടുപുറത്തുള്ള 17 സൺ സ്ട്രീറ്റ്, പെൻസിൽവാനിയ അവന്യൂ നോർത്ത് വെസ്റ്റ് എന്നിവിടങ്ങളിൽ വന്നെത്തുന്ന സ്ഥലത്താണ് വെടിവയ്പ് നടന്നത്. വെടിവയ്പിൽ 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വെടിവയ്പ് നടത്തി ആക്രമിക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നും ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയതായും US നിയമപാലകർ അറിയിച്ചു. ആക്രമിയുടെ നില ഗുരുതരമാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. സംഭവ സമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിനുള്ളിൽ ഉണ്ടായിരുന്നു. ഇറാനുമായുള്ള കരാർ ചർച്ചകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഓഫീസിൽ തുടരുന്ന സമയത്താണ് വെടിവയ്പ് നടന്നത്. അദ്ദേഹം സുരക്ഷിതനാണ് എന്ന് അധികൃതർ വ്യക്തമാക്കി. വൈറ്റ് ഹൌസിന്റെ നോർത്ത് ലോണിൽ റിപ്പോർട്ടിംഗിനിടെയായിരുന്നു ABC ന്യൂസ് ലേഖിക സെലിൻ വാങ് ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ തുടർച്ചയായി വെടിയൊച്ചകൾ കേട്ടതായി സാക്ഷ്യപ്പെട്ടത്. FBI സംഘം സംഭവ സ്ഥലത്തെത്തിയ സീക്രട്ട് സർവീസിന് ആവശ്യമായ പിന്തുണ നൽകിയതായും FBI ഡയറക്ടർ കാഷ് പട്ടേൽ വ്യക്തമാക്കി. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ പ്രദേശത്തെ സുരക്ഷാ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയതിനെ തുടർന്ന് വൈറ്റ് ഹൌസിലെ ലോക്ക്ഡൌൺ പിൻവലിച്ചിട്ടുണ്ട്. 1 മാസം മുമ്പ് വാഷിംഗ്ടൺ ഹില്ലിൽ നടന്ന വൈറ്റ് ഹൌസ് കറസ്പോണ്ടന്റ് ഡിന്നേഴ്സിനിടയിലും സമാനമായ രീതിയിൽ വെടിവയ്പ് ശ്രമം ഉണ്ടായിരുന്നു. റഷ്യയുടെ പക്കൽ നിന്നും എണ്ണ വാങ്ങിയതിനല്ല, മറിച്ച് ഉക്രൈനെതിരെയുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയതിന് പിന്നിലെ ലക്ഷ്യമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യയെ ലക്ഷ്യമിട്ടായിരുന്നില്ല ഉപരോധങ്ങളെന്നും റൂബിയോയുടെ വെളിപ്പെടുത്തൽ. റഷ്യൻ എണ്ണയുടെ വിഷയം ഒരിക്കലും ഇന്ത്യയെ പ്രത്യേകിച്ച് ലക്ഷ്യമിട്ടുള്ളതായിരുന്നില്ല. ഉക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ റഷ്യയുടെ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുവാനായിരുന്നു ഇത്. റഷ്യൻ എണ്ണയുടെ പ്രധാന ഉപഭോക്താവ് ഇന്ത്യ മാത്രമായിരുന്നു. റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ വലിയ തോതിലുള്ള ഇറക്കുമതിക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ഏർപ്പെടുത്തിയതിനു ശേഷം US ഇന്ത്യ ബന്ധത്തിൽ ചെറിയ തോതിലുള്ള അസ്വാരസ്യങ്ങൾ തുടരുന്നതിനിടെയാണ് റൂബിയോയുടെ പ്രസ്താവന എത്തിയത്. US വെനിസുലയെ പോലുള്ള മറ്റ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയുടെ ഊർജ്ജ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാനുള്ള അവസരം US കണ്ടതായും റൂബിയോ CNN ന്യൂസിനോട് പറഞ്ഞു. ഈ വിഷയത്തിൽ ഞങ്ങൾ ശക്തമായ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്നുവെന്നും ഇതൊരു പ്രധാന പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമാണെന്ന് ഞാൻ കരുതുന്നില്ല എന്നും ഇന്ത്യ ഇതിനകം തന്നെ വൈവിധ്യവൽക്കരണത്തിലേക്ക് നീങ്ങുകയാണ് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ ഊഷ്മളമായ വ്യക്തിബന്ധമാണുള്ളതെന്നും മാർക്കോ റൂബിയോ ചേർത്തു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. 1 പൗണ്ട് 128.75 ഇന്ത്യൻ രൂപ,
ഒരു പൗണ്ട് 1.16 യൂറോ. ഒരു US$, 95.70 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 111.47 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.34 US$. ഒരു കനേഡിയൻ ഡോളർ 69.28 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. രാജ്യത്ത് ഉയർന്നു വന്ന ആക്ഷേപഹാസ്യ രാഷ്ട്രീയ കക്ഷി കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്നാലെ രഹസ്യാന്വേഷണ ഏജൻസികൾ. അക്കൗണ്ടിലൂടെ യുവാക്കളെ സംഘടിപ്പിക്കാൻ നീക്കം നടന്നോ എന്ന് നിരീക്ഷിക്കാൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് കർശന നിർദ്ദേശം നൽകിയതായി വിവരം. തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്തതായി സ്ഥാപകൻ അഭിജിത് ദീപ്കെ പറഞ്ഞു. അതേസമയം പാർട്ടിയുടെ എക്സ് അക്കൗണ്ട് വിലക്കിയതിൽ കേന്ദ്ര സർക്കാർ മൗനം തുടരുകയാണ്. ഇൻസ്റ്റാഗ്രാമിൽ BJPയുടെ അക്കൗണ്ട് പിന്തുടരുന്നവരെക്കാൾ ആളുകൾ കോക്രോച്ച് ജനതാ പാർട്ടിയെ ഫോളോ ചെയ്യാൻ തുടങ്ങിയതിന് പിന്നാലെ @CJP 2029 എന്ന യൂസർ നെയിമിലുള്ള അക്കൗണ്ട് കേന്ദ്രം മരവിപ്പിച്ചിരുന്നു. പിന്നാലെ കോക്രോച്ച് ഈസ് ബാക്ക് എന്ന പുതിയ അക്കൗണ്ട് തുടങ്ങിയെങ്കിലും പൂട്ടുവീണു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. കോക്രോച്ച് ജനതാ പാർട്ടിയെ പിന്തുണച്ച ശശി തരൂരിന് മറുപടിയുമായി വിദേശകാര്യമന്ത്രി S ജയശങ്കറും രംഗത്തെത്തി. കോൺഗ്രസിന് ഒരു പ്രസക്തിയും ഇല്ലാതായോ എന്നാണ് ജയശങ്കർ ചോദിച്ചത്. CJPക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുങ് രംഗത്തെത്തി. ഡിജിറ്റൽ ഇടങ്ങളിൽ യുവാക്കളുടെ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തരുതെന്നും കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായി യുവാക്കളുടെ ശബ്ദം കേൾക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പശ്ചിമ ബംഗാളിൽ ജൂൺ 1 മുതൽ സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP സർക്കാർ അധികാരമേറ്റതിനു പിന്നാലെയാണ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം നടപ്പിലാക്കുന്നത്. സ്ത്രീ ശാക്തീകരണം അടക്കം ലക്ഷ്യമിട്ടാണ് സർക്കാർ ബസ്സുകളിലെ സൗജന്യ യാത്ര. സംസ്ഥാനത്തെ ഹ്രസ്വ ദീർഘദൂര സർക്കാർ ബസ്സുകളിലെല്ലാം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭ്യമാകും. സ്ത്രീ ശാക്തീകരണം വർദ്ധിപ്പിക്കുന്നതിനും സ്ത്രീകൾക്ക് കൂടുതൽ ഗതാഗത സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുമായി ജൂൺ 1 മുതൽ എല്ലാ സർക്കാർ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചതായി ഗതാഗത വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കി. പൊതുജനങ്ങൾക്കായി സർവീസ് നടത്തുന്ന വിവിധ വിഭാഗങ്ങളിലുള്ള ഹ്രസ്വ ദീർഘദൂര സർക്കാർ ബസ്സുകളെല്ലാം ഉത്തരവിന് ബാധകമായിരിക്കും. സൗജന്യ ബസ് യാത്രാ പദ്ധതിയുടെ ഭാഗമായി സർക്കാർ QR കോഡ് അടങ്ങിയ സ്മാർട്ട് കാർഡ് പുറത്തിറക്കും. ഗുണഭോക്താവിന്റെ ഫോട്ടോയും പേരും സ്മാർട്ട് കാർഡിൽ ഉണ്ടാകും. ഇതിനായി സംസ്ഥാനത്തെ സ്ത്രീകൾ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർക്കോ സബ് ഡിവിഷണൽ ഓഫീസർക്കോ അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷയ്ക്കൊപ്പം ഫോട്ടോയും ഒരു അംഗീകൃത തിരിച്ചറിയൽ രേഖയും സമർപ്പിക്കണം. കോക്രോച്ച് ജനതാ പാർട്ടി മൂവ്മെന്റിനെതിരായ കേന്ദ്ര സർക്കാർ നീക്കത്തെ വിമർശിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. രാജ്യത്തെ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും രൂക്ഷമാണ് എന്ന് പറഞ്ഞ KC വേണുഗോപാൽ ചെറുപ്പക്കാരെ പ്രതിഷേധങ്ങളിലേക്ക് തള്ളിവിടുന്നതിന്റെ ഉത്തരവാദിത്വം ആർക്കാണെന്നും ചോദിച്ചു. സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുന്ന യുവജന രോഷമാണ് ഇപ്പോൾ പ്രകടമാകുന്നത്. സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുന്ന ഇത്തരം ആശയങ്ങളെ പോസിറ്റീവായി എടുക്കണം. തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കണം. CJP മൂവ്മെന്റിനെ അടിച്ചമർത്താൻ അല്ല ശ്രമിക്കേണ്ടതെന്നും KC വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. പെട്രോളിന്റെയും ഡീസലിന്റെയും വില പ്രതിദിനം കുതിച്ചുയരുകയാണെന്നും KC കൂട്ടിച്ചേർത്തു. വരാനിരിക്കുന്ന കാലം അതീവ ദുഷ്കരം എന്നാണ് പ്രവചിക്കപ്പെടുന്നത്. ഒരു തയ്യാറെടുപ്പുമില്ലാതെ ആഘോഷങ്ങളിലും തിമിർപ്പിലുമാണ് പ്രധാനമന്ത്രി. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് പ്രധാനമന്ത്രി ഇറങ്ങേണ്ടത്, അല്ലാതെ പ്രതിഷേധിക്കുന്നവരെ തകർക്കാനല്ല എന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ സന്ദർശിച്ച് രോഗികളുടെ അഭിപ്രായങ്ങൾ കേൾക്കുമെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. ഡോക്ടർ ഹാരിസ് ചിറക്കൽ പങ്കുവച്ച നിർദ്ദേശങ്ങൾ മാധ്യമത്തിലൂടെ വായിച്ചു. അത് സ്വാഗതാർഹമാണെന്നും അതിനനുസരിച്ച് മെഡിക്കൽ കോളേജുകൾ സന്ദർശിച്ച് രോഗികളുടെ അഭിപ്രായങ്ങൾ കേൾക്കും. ആശുപത്രികളിൽ കൂടുതൽ ഡോക്ടർമാരുടെ നിയമനങ്ങൾക്ക് സർക്കാർ തീരുമാനമെടുക്കുമെന്നും പറഞ്ഞു. ഡോക്ടർമാരുടെ എണ്ണം കുറവായതുകൊണ്ട് രോഗികളെ പരിചരിക്കുന്നതിൽ വേണ്ടത്ര ജാഗ്രത കിട്ടില്ലെന്നും അതിന് പരിഹാരം എന്നോണം കൂടുതൽ നിയമനങ്ങൾ നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. പുതിയ ആരോഗ്യ മന്ത്രി രോഗികളുമായി ആദ്യം ചർച്ച നടത്തണമെന്നായിരുന്നു ഹാരിസ് ചിറക്കലിന്റെ നിർദ്ദേശം. പല പ്രശ്നങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. സർക്കാർ മേഖലയിലെ ആശുപത്രികൾ പാവപ്പെട്ടവർക്ക് സംരക്ഷണം നൽകുന്ന സ്ഥാപനങ്ങളാണ്. എന്നാൽ ഇന്ന് അവിടങ്ങളിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളും നിലനിൽക്കുന്നുണ്ട്. ഡോക്ടർമാരുടെ ദൗർലഭ്യങ്ങളും ആശുപത്രി ശുചിത്വവും അടക്കം പ്രതിസന്ധികളാണ്. ആശുപത്രിയിലെ ക്ലീനിംഗ് സ്റ്റാഫുകളുടെ പ്രഥമ പരിഗണന ആശുപത്രി ശുചിത്വമാണ്. അത് ഉറപ്പിക്കണമെന്ന് എല്ലാ സംഘടനാ അംഗങ്ങളോടും നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കുക എന്നത് സർക്കാരിന്റെ നയമാണ്. അതിൽ വെള്ളം ചേർക്കില്ല. തിരുവനന്തപുരത്ത് രണ്ടാമത്തെ മെഡിക്കൽ കോളേജും ഹരിപ്പാട് പുതിയ മെഡിക്കൽ കോളേജും ആരംഭിക്കും.
അതോടൊപ്പം നിലവിലുള്ള മെഡിക്കൽ കോളേജുകളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷ വിമർശനങ്ങൾക്കിടെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായ ഡോക്ടർ രത്തൻ ഹെൽക്കർ ചുമതലയേറ്റു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അവധി ദിനത്തിൽ തന്നെ ചുമതല ഏറ്റെടുത്തത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന ഡോക്ടർ രത്തൻ യു കേൽക്കർ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ സെക്രട്ടറി ആയിരിക്കുന്നതിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വിമർശനം ഉയർന്നിരുന്നു. രത്തൻ ഹേൽക്കറുടെ നിയമനം ബംഗാളിലേതിന് സമാനമാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. KC വേണുഗോപാലിന് കേരളത്തെ പറ്റി പറയാൻ കഴിയുന്നില്ല. കോൺഗ്രസിന് അകത്തു തന്നെ പ്രശ്നങ്ങളുണ്ട്. ശക്തമായി ന്യായീകരിക്കാനോ എതിർക്കാനോ കോൺഗ്രസ് തയ്യാറാകുന്നില്ല എന്നും മുഖ്യമന്ത്രി മാത്രം അറിഞ്ഞുള്ള തീരുമാനമാണ് ഇതെന്നും 10,000-കണക്കിന് വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ അനുവാദം നൽകാത്ത കമ്മീഷന്റെ ഭാഗമാണ് കേൽക്കർ ഡീൽ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നും എല്ലാം പുറത്തു വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPM നേതാവ് P രാജീവ് അടക്കമുള്ളവരും നിയമനത്തിനെതിരെ രംഗത്തെത്തി. UDF-നെ ജയിപ്പിച്ചതിലുള്ള ഉപകാര സ്മരണയാണെന്നാണ് ആരോപണം. എന്നാൽ നിയമനത്തിൽ രാഷ്ട്രീയമില്ല എന്നും കാര്യശേഷിയുള്ള ഉദ്യോഗസ്ഥനെയാണ് മന്ത്രിയും KPCC പ്രസിഡന്റുമായ സണ്ണി ജോസഫ് പ്രതികരിച്ചു. വ്യവസായ വകുപ്പ് ഡയറക്ടറുടെ നിയമന വിഷയത്തിൽ പ്രതികരണത്തിനില്ല എന്ന മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. അതൊക്കെ ആഭ്യന്തര കാര്യമാണെന്നും മാധ്യമങ്ങളെ അറിയിക്കേണ്ടതില്ല എന്നും ഇപ്പോൾ സർക്കാർ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നടപ്പാക്കാനുള്ള ശ്രമത്തിലാണ് എന്നും അദ്ദേഹം പറഞ്ഞു. അനുദിനം നടക്കുന്ന കാര്യങ്ങളിൽ അപ്പോൾ പ്രതികരണത്തിനില്ല. സെക്രട്ടറിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്യാബിനറ്റിന് ശേഷമേ പ്രതികരിക്കാൻ പറ്റൂ എന്ന് തദ്ദേശ മന്ത്രി KM ഷാജിയും പ്രതികരിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വ്യക്തത ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സെക്രട്ടറിമാരുടെ മാറ്റം പരാതി ഇല്ല എന്ന് ആരോഗ്യ മന്ത്രി K മുരളീധരൻ കൂട്ടിച്ചേർത്തു. തന്റെ വകുപ്പിൽ മാറ്റമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് വിവിധ വകുപ്പുകളിൽ മന്ത്രിമാർ അറിയാതെ ഡയറക്ടർമാരെ സ്ഥലം മാറ്റിയിരുന്നു. വിഷയത്തിൽ ഘടകകക്ഷികൾക്ക് വിയോജിപ്പുണ്ട്. വനം മന്ത്രി ഷിബു ബേബി ജോൺ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഇനി സ്പോർട്സ്. ആരാകും IPL പ്ലേ ഓഫിലെത്തുന്ന 4ാമത്തെ ടീം? ക്രിക്കറ്റ് ലോകത്തെ പ്രധാന ചർച്ച ഇതാണ്. ഇന്ന് വൈകിട്ടത്തെ രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസ് മത്സരം ക്രിക്കറ്റ് പ്രേമികൾക്ക് ആവേശ വിരുന്നാകും. ലീഗിലെ അവസാന മത്സരത്തിനാണ് ഇരു ടീമുകളും ഇറങ്ങുന്നത്. ജയിച്ചാൽ രാജസ്ഥാൻ റോയൽസിന് പ്ലേ ഓഫ് ഉറപ്പാണ്. തോറ്റാൽ പ്ലേ ഓഫ് കാണാതെ പുറത്താകുമെന്ന് ഉറപ്പ്. പോയിന്റ് പട്ടികയിൽ 14 പോയിന്റാണ് ടീമിനുള്ളത്. ഇന്നത്തെ രണ്ടാമത്തെ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും ഡൽഹി ക്യാപിറ്റൽസിനും നേരിട്ട് രാജസ്ഥാൻ തോറ്റാൽ മാത്രമാണ് കൊൽക്കത്തയ്ക്ക് പ്രതീക്ഷയുള്ളത്. രാജസ്ഥാൻ തോൽക്കുകയും കൊൽക്കത്ത വൻ മാർജിൻ ഡൽഹിയെ തോൽപ്പിക്കുകയും ചെയ്താൽ പഞ്ചാബിന് പുറത്തേക്കുള്ള വഴിയൊരുങ്ങും. നിലവിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു, ഗുജറാത്ത് ടൈറ്റൻസ്, സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നിവരാണ് പ്ലേ ഓഫിലെത്തിയ ടീമുകൾ. ഇവർ യഥാക്രമം സ്ഥാനം ഉറപ്പിച്ചു. RBCക്കും ഗുജറാത്തിനും ഹൈദരാബാദിനും 14 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ 18 പോയിന്റ് വീതമായി. നെറ്റ് റൺസിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനം നിർണയിച്ചിരിക്കുന്നത്. എന്നാൽ 4ാമനെ കണ്ടെത്താനുള്ള പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനാകട്ടെ 3 ടീമുകളുടെ പോരുമുണ്ട്. 14 കളിയിൽ 7 ജയത്തോടെ പഞ്ചാബിന് 15 പോയിന്റായി. 13 കളിയിൽ 7 ജയത്തോടെ 14 പോയിന്റുമായി രാജസ്ഥാൻ 5ാമതും. 13 കളിയിൽ 6 ജയത്തോടെ കൊൽക്കത്തയും 13 പോയിന്റായി 6ാം സ്ഥാനത്താണ്. ഇന്നത്തെ മത്സരത്തിന് ഇറങ്ങുമ്പോൾ മുംബൈക്കും ഡൽഹിക്കും പ്രതീക്ഷയില്ലെങ്കിലും ജയത്തോടെ മടങ്ങാനാകുമെന്നാണ് ടീമുകൾ എത്തുന്നത്. മുംബൈ നിലവിൽ 9ാം സ്ഥാനക്കാരാണ്. ഡൽഹി 12 പോയിന്റോടെ 8ാം സ്ഥാനത്തും ജയിച്ച് സ്ഥാനം മെച്ചപ്പെടുത്തുക എന്നതാകും ഡൽഹിയുടെ ലക്ഷ്യവും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്രിട്ടനിൽ ഭരണകക്ഷിയായ ലേബർ പാർട്ടിക്കുള്ളിൽ നേതൃത്വ മാറ്റ ചർച്ചകൾ ശക്തമാകുന്നതിനിടെ ചാൻസലർ റേച്ചൽ റീവ് സ്ഥാനം നിലനിർത്താൻ നീക്കം ആരംഭിച്ചു. പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിന് പകരം ആൻഡി ബെഹാം അധികാരത്തിലെത്തിയാലും ധനമന്ത്രി സ്ഥാനത്തെ തുടരാൻ റീവ്സ്. രാജ്യത്തിന്റെ സാമ്പത്തിക വിശ്വാസ്യത നിലനിർത്താൻ റീവ്സിന് കഴിയുമെന്ന് അനുയായികൾ. ജനങ്ങളുടെ ജീവിത ചെലവ് പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്ന റീവ്സ് പരാജയമെന്ന് MPമാരുടെ ആരോപണം. റഷ്യൻ ചാരന്മാർ തന്റെ ഫോൺ ഹാക്ക് ചെയ്തതായ റിഫോം UK നേതാവ് നിജൽ ഫരാജ്. ക്രിപ്റ്റോ ബില്യനെയർ നൽകിയ 5 മില്യൺ പൗണ്ടിന്റെ സമ്മാനത്തിന്റെ വിശദാംശങ്ങൾ അറിയുന്നതിനായി ഫോൺ ചോർത്തൽ നടത്തിയതെന്ന് ആരോപണം. ആഴ്ചയിൽ 40 മണിക്കൂറിന് മുകളിൽ ഓവർടൈം ജോലിയുള്ള വരുമാന നികുതി ഒഴിവാക്കണമെന്ന നിർദ്ദേശവുമായി നൈജൽ ഫരാജ് നയിക്കുന്ന റിഫോം UK ഹാർഡ് വർക്കിംഗ് ബോണസ് പദ്ധതിയിലൂടെ ആഴ്ചയിൽ 6 മണിക്കൂർ അധിക ജോലി ചെയ്യുന്ന ഒരു നഴ്സിന് വർഷത്തിൽ 1300 പൗണ്ടിലേറെ ലാഭിക്കാമെന്ന് പാർട്ടിയുടെ അവകാശവാദം. അമേരിക്കയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ തയ്യാറെടുക്കുന്നു. പുതിയ സമാധാന ഉടമ്പടിയുടെ ഭാഗമായി ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം ഉപേക്ഷിക്കാൻ സമ്മതിച്ചതായ റിപ്പോർട്ട്. മാസങ്ങളായി തുടരുന്ന US-ഇസ്രായേൽ ഇറാൻ സംഘർഷവും തുടർന്നുണ്ടായ ഹോർമുസ് ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളും പരിഹരിക്കാൻ ഇറാന്റെ തീരുമാനം. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൌസിന് സമീപം ശനിയാഴ്ച വൈകുന്നേരം ശക്തമായ വെടിവയ്പ്. സംഭവ സമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിനുള്ളിൽ ഉണ്ടായിരുന്നു. വൈറ്റ് ഹൌസ് കോംപ്ലക്സിന് തൊട്ടടുത്തുള്ള 17th സ്ട്രീറ്റ്, പെൻസിൽവാനിയ അവന്യൂ, നോർത്ത് വെസ്റ്റ് എന്നിവിടങ്ങൾ വന്നെത്തുന്ന സ്ഥലത്താണ് വെടിവെപ്പ് നടന്നത്.
വെടിവയ്പിൽ 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വെടിവയ്പ് നടത്തിയ ആക്രമിക്കും പരിക്കേറ്റു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയതിനു പിന്നിലെ ലക്ഷ്യം വെളിപ്പെടുത്തി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. റഷ്യയുടെ പക്കൽ നിന്നും എണ്ണ വാങ്ങിയതിനല്ല, മറിച്ച് ഉക്രൈനെതിരായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഇന്ത്യക്ക് ഏർപ്പെടുത്തിയ ഉപരോധമെന്ന് വെളിപ്പെടുത്തൽ. US ഇന്ത്യ ബന്ധത്തിൽ ചെറിയ തോതിലുള്ള അസ്വാരസ്യം തുടരുന്നതിനിടെയാണ് റൂബിയോയുടെ വെളിപ്പെടുത്തൽ. രാജ്യത്ത് ഉയർന്നു വരുന്ന ആക്ഷേപഹാസ്യ രാഷ്ട്രീയ കക്ഷി കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്നാലെ രഹസ്യാന്വേഷണ ഏജൻസികൾ. അക്കൗണ്ടിലൂടെ യുവാക്കളെ സംഘടിപ്പിക്കാൻ നീക്കം നടന്നോ എന്ന് നിരീക്ഷിക്കാൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് കർശന നിർദ്ദേശം. കോക്രോച്ച് ജനതാ പാർട്ടി മൂവ്മെന്റിനെതിരായ കേന്ദ്ര സർക്കാർ നീക്കത്തെ വിമർശിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. രാജ്യത്തെ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും രൂക്ഷം, ചെറുപ്പക്കാരെ പ്രതിഷേധങ്ങളിലേക്ക് തള്ളിവിടുന്നതിന് ഉത്തരവാദി ആരാണെന്നും KC വേണുഗോപാൽ. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ സന്ദർശിച്ച് രോഗികളുടെ അഭിപ്രായങ്ങൾ കേൾക്കുമെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. ഡോക്ടർ ഹാരിസ് ചിറക്കൽ പങ്കുവച്ച നിർദ്ദേശങ്ങൾ സ്വാഗതാർഹമാണ് എന്നും ആരോഗ്യമന്ത്രി. മെഡിക്കൽ കോളേജുകൾ സന്ദർശിച്ച് രോഗികളുടെ അഭിപ്രായങ്ങൾ കേൾക്കുമെന്നും ആശുപത്രിയിൽ കൂടുതൽ ഡോക്ടർമാരുടെ നിയമനങ്ങൾക്ക് സർക്കാർ തീരുമാനമെടുക്കുമെന്നും മന്ത്രി K മുരളീധരൻ. പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കുക എന്നത് സർക്കാരിന്റെ നയമാണെന്നും അതിൽ വെള്ളം ചേർക്കില്ലെന്നും ആരോഗ്യമന്ത്രി. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.